ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് അലി പഴലക്കടി. ഇന്നൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണ കണ്ടുവരുന്ന അസുഖമാണ് ക്യാൻസറും കിഡ്നി അടിച്ചു പോകലും. ഈ രണ്ട് അസുഖങ്ങൾ കൂടാണ്ട് പല അസുഖങ്ങളും ഉണ്ട്. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നിന്ന് വെള്ളം കുടിക്കലും നടന്നുകൊണ്ട് വെള്ളം കുടിക്കലും അല്ലെങ്കിൽ ജ്യൂസ് ഇതൊക്കെ കുടിക്കലൊക്കെ കൊണ്ടാണെന്നുള്ള ആർക്കെങ്കിലും അറിയോ? പിന്നെ അങ്ങനെ ഒരു സംഭവം കൊണ്ടാണ് ഇന്ന് അസുഖം അങ്ങനെ കൂടുതൽ. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ വളരെ ചെറുപ്പത്തിലൊക്കെ ഒരാൾക്ക് ക്യാൻസറോ കിഡ്നി അടിച്ചു പോയി എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സമീപകാലത്താണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടായത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക, അയാൾ വെള്ളം അടിക്കലുണ്ടോ, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കലുണ്ടോ, അല്ലെങ്കിൽ ഹാൻഡ്സ് വെക്കലുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കൽ. എന്നാൽ സാധാരണ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും ക്യാൻസറും കിഡ്നി അടിച്ചുപോലെ അങ്ങനെ മറ്റുള്ള അസുഖങ്ങളൊക്കെ വരാൻ കാരണം മെയിനായിട്ട് നടന്ന് വെള്ളം കുടിക്കൽ. നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒരു മിറണ്ട പെപ്സി എന്തെങ്കിലും വാങ്ങി ആരെങ്കിലും ഒരാൾ ഇതുവരെ നിങ്ങൾ ഇരുന്ന് കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒന്നില്ലെങ്കിൽ നടന്നു കുടിക്കും, അല്ലെങ്കിൽ നിന്ന് കുടിക്കും. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എന്താണ് ആൾക്കാർക്ക് ഒരു അസുഖം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം? ഒന്നാമത് ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ഫുഡാണ് അത് വേറെ കാര്യം. ഈ നിന്ന് വെള്ളം കുടിക്കുക ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ പോയിട്ട് ആരെങ്കിലും ഒരു സോഡ അല്ലെങ്കിൽ ഒരു കളർ സോഡ, ഒരു സർവത്ത് എന്തെങ്കിലും ഒന്ന് കുടിച്ചാലായി. അന്ന് അത് ആ കടയിൽ ഇരുന്ന് കുടിക്കും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ കുടിക്കലുള്ളൂ. ഇന്ന് ദിവസം എത്ര നേരമാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്? എത്ര കുപ്പികളാണ് വാങ്ങി കുടിക്കണം? നടന്നുകൊണ്ട് കുടിക്കലേ പണി. അത് വെള്ളമായാലും ശരി ജ്യൂസായാലും ശരി ആരും ഇരുന്ന് കുടിക്കലില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് പറയാൻ പോകുന്നത്. ഇത് നിന്നിട്ട് കുടിക്കണ 1400 വർഷം മുമ്പ് ഇത് മുഹമ്മദ് നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിക്കരുത്, ഇരുന്ന് കുടിക്കണം. അത് കുടിക്കുമ്പോൾ 2-3 ഇറക്കായിട്ട് കുടിക്കണം. ഒരു കവള് വെള്ളം എടുത്തു കഴിഞ്ഞാൽ 3 ഇറക്കായിട്ട് കുടിക്കണം. അതൊക്കെ പറയാനുള്ള കാരണങ്ങളുണ്ട്. ഇന്നാണ് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത്. എത്ര 1500 വർഷത്തിന് ശേഷം നമ്മുടെ ഹെൽത്തിയരും ടെക്നോളജിയൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചത് നിന്ന് വെള്ളം കുടിക്കരുത്, ഇരുന്ന് വെള്ളം കുടിക്കണം എന്ന് ഇപ്പോൾ അവർ പറയുകയാണ്. അഥവാ നിങ്ങൾ നിന്ന് കുടിക്കേണ്ടി വന്നാൽ തന്നെ ഇടത് കാലിൻ്റെ തള്ള വിരൽ അനക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. ഇനി അതിനെക്കുറിച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഇനി വേറെ ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നിന്ന് വെള്ളം കുടിക്കുന്നതിനെതിരെ ഇരുന്ന് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തോളിന്നാലും ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നവർക്ക് ഈ രോഗസാധ്യത. ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം സംഭവിച്ചാലുള്ള പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. പല അസുഖങ്ങൾക്കും ഇത് വഴിയൊരുക്കുകയും ചെയ്യും. വെള്ളം കുടിക്കുന്ന രീതി പലരിലും വ്യത്യസ്തമാണ്. ചിലർ ഇരുന്ന് വെള്ളം കുടിക്കുകയും ചിലർ നിന്ന് കുടിക്കുകയും, ചിലർ ഭക്ഷണത്തിന് മുൻപ്, ചിലർ ഭക്ഷണത്തിനിടയിൽ, ചിലർ ഭക്ഷണശേഷം, ഇങ്ങനെ പോകുന്നു. ഇത് ഇരുന്നാണോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത്? ഇത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. എങ്കിൽ അതെ എന്നു തന്നെ പറയണം. കാരണം അത് ആരോഗ്യത്തെ പല വിധത്തിലും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട്. ഇരുന്ന് വെള്ളം കുടിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറെ നല്ലതെന്ന് പറയുന്നു. നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്യും. 1. ദഹനേന്ദ്രിയത്തിന്റെ ആരോഗ്യത്തിന്. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ദഹനേന്ദ്രിയത്തിന്റെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഒന്നാണ്. നാം ഇരുന്ന് വെള്ളം കുടിക്കുമ്പോൾ മസിലുകളും നാഡീവ്യവസ്ഥയുമെല്ലാം റിലാക്സ് ചെയ്യപ്പെട്ട അവസ്ഥയിലെത്തും. ഇത് നാഡീവ്യൂഹവും ശരീരത്തിലെ വിവിധ വ്യവസ്ഥകളുമായുള്ള സംവേദനം മെച്ചപ്പെടുത്തും. വേഗത്തിൽ ദഹനം നടക്കാൻ സഹായിക്കുകയും ചെയ്യും. അതായത് വെള്ളം ഇരുന്നു കൊണ്ട് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് ചുരുക്കം. 2. കിഡ്നി. നിന്നുകൊണ്ടുള്ള വെള്ളം കുടി കിഡ്നിയുടെ ആരോഗ്യത്തിന് ദോഷകരമാണ്. ഇതുവഴി വെള്ളം ശരിയായി അരിക്കപ്പെടുന്നില്ല. ഇതിലെ കരടുകൾ ബ്ലാഡറിലേക്ക് പോകുന്നതും രക്തവുമായി കലരുകയും ചെയ്യുന്നു. ഇത് കിഡ്നിയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. കിഡ്നി പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കുന്നു. ഇത് ശരീരത്തിന്റെ ആകെയുള്ള ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു. 3. സന്ധികളിൽ. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് വാതത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ മറ്റ് ഫ്ലൂയിഡുകളുടെ തോത് അസന്തുലിതമാകുന്നു. ഇത് സന്ധികളിൽ കൂടുതൽ ഫ്ലൂയിഡ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. വാതവും സന്ധിവേദനയുമെല്ലാം പതിവാകുകയും ചെയ്യുന്നു. ഈ പ്രശ്നം പെട്ടെന്ന് വരില്ല എങ്കിലും സാവധാനം ശരീരത്തെ ബാധിക്കുന്ന ഒന്നാണ്. അതായത് നിന്നുകൊണ്ടുള്ള വെള്ളം കുടി വാതരോഗത്തിനും സന്ധികളിലെ വേദനയ്ക്കുമുള്ള കാരണമാകുന്നു. 4.
പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഇരുന്ന് വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇത് ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകളും കൃത്യമായി പ്രവർത്തിക്കാൻ സഹായകരമാണ്. ഇതുവഴി നെർവ് ടെൻഷൻ, അതായത് നാഡികൾക്കുണ്ടാകുന്ന സ്ട്രെസ് കുറയും. എന്നാൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ നാഡീവ്യൂഹത്തിന് സ്ട്രെസ് കൂടുകയാണ് ചെയ്യുന്നത്. സ്ട്രെസ്സിനും തലവേദനയ്ക്കുമെല്ലാം ഇത് കാരണമാകുകയും ചെയ്യുന്നു. തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഈ സ്ട്രെസ് നല്ലതല്ല. 5. അസിഡിക് ലെവൽ. വെള്ളം അസിഡിക്കോ ആൽക്കലൈനോ അല്ല, ന്യൂട്രൽ ഗുണമാണ് ഇതിനുള്ളത്. ഇത് ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുന്നതാണ് ശരീരത്തിന്റെ അസിഡിക് ലെവൽ കുറയ്ക്കാൻ കൂടുതൽ നല്ലത്. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് അസിഡിറ്റി വർദ്ധിപ്പിക്കും. 6. ടോക്സിനുകൾ. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനുകളാണ് ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങൾക്കും കാരണം. ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് ഇരുന്നു കൊണ്ടുള്ള വെള്ളം കുടി. ഇതുവഴി ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയ ശരിയായി നടക്കും. കിഡ്നി, ലിവർ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കുന്നതാണ് കാരണം. നിന്ന് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം നേരിട്ട് ഒറ്റയടിക്ക് ഫുഡ് കനാലിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് വയറിന്റെ ആരോഗ്യത്തിനും ദോഷം വരുത്തുകയും ചെയ്യുന്നു. ഭക്ഷണം ദഹിക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതിനുള്ള നല്ല പരിഹാരം ഇരുന്ന് മെല്ലെ വെള്ളം കുടിക്കുക എന്നതാണ്. കുടലിന്റെയും ഡിയോഡനത്തിന്റെയും ആരോഗ്യത്തിന് ഇരുന്നു കൊണ്ടുള്ള വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നിന്നുകൊണ്ടുള്ള വെള്ളം കുടിക്കുന്നത് മാത്രമല്ല, നടന്നുകൊണ്ടുള്ള വെള്ളം കുടിക്കുന്നതും ദോഷകരമാണ്. ഇതുകൊണ്ടുതന്നെ ഒരിടത്തിരുന്ന് വെള്ളം സാവധാനം കുടിക്കുന്നതാണ് ആരോഗ്യം.